നമസ്കാരം. PK ലേണിംഗ്സിന്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ രണ്ടാം ഭാഗമായ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഒരു ടോപ്പിക്കാണ് നടക്കുന്നത്. അതായത് ഈ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് പഠിക്കുന്നത്. അതിലാദ്യമായി നമ്മൾ പഠിക്കുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണത്. ഓർമ്മിക്കുക, ദക്ഷിണ കൈലാസം. പ്രധാനപ്പെട്ട മൂർത്തി അറിയാമല്ലോ, വടക്കുന്നാഥൻ, അതായത് ശിവൻ, പാർവതി, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ, പിന്നെ ശിവനും വിഷ്ണുവും ചേർന്ന് ഉള്ള ശങ്കരൻ ശിവനും നാരായണൻ വിഷ്ണുവും, പിന്നെ ഗണപതി, മഹാഗണപതി, ഇങ്ങനെ ഇത്രയും പേരാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ ശിവപാർവതിമാരും ശ്രീരാമനും പിന്നെ ശങ്കരനാരായണ മൂർത്തിയും ഗണപതിയും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ നഗരത്തിൽ തേക്കിൻകാട് മൈതാനത്തിന് മധ്യസ്ഥ ചെയ്യുന്ന തേക്കിൻകാട് മൈതാനത്തിൽ. അപ്പോൾ തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, നമ്മൾ ആ പ്രധാന റോഡ് വഴി പോകുമ്പോഴേ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ ഈ മതിൽക്കെട്ട് കണ്ടാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ട് ഉള്ള ക്ഷേത്രമാണ്. പുറം മതിലല്ല, അകമതിലാണുള്ളത്. ഈ നാലമ്പലമായിട്ടുള്ളതിനെ മതിലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രമാണ്. ശക്തൻ തമ്പുരാന്റെ കാലത്താണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടത്. പുരാതന കാലത്ത് ഉണ്ടാക്കപ്പെടുകയും എന്നാൽ ശക്തൻ തമ്പുരാന്റെ കാലത്ത് പുനരുദ്ധരിക്കപ്പെട്ടതുമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ്. കേരളത്തിലെ ശ്രീമൂല സ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവും, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഗ്രാമക്ഷേത്രവും അത് പ്രധാനമാണ്. തൃശ്ശൂരിലെ ഗ്രാമക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഓർമ്മിക്കുക. തേക്കിൻകാട് മൈതാനം പറഞ്ഞു, പിന്നെ 108 ശിവാലയങ്ങൾ പറഞ്ഞു, ഗ്രാമക്ഷേത്രം എന്ന കാര്യം പറഞ്ഞു. പിന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴി, അതിൻ്റെ ചുറ്റും ഉള്ള ആ ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് സ്വരാജ് റൗണ്ട്. അതേ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴി അറിയപ്പെടുന്നത്, ചുറ്റും അറിയപ്പെടുന്നത്, കറങ്ങി വരുന്ന ആ വഴി അറിയപ്പെടുന്നത് സ്വരാജ് റൗണ്ട്. പിന്നെ തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ വടക്കുന്നാഥന്റെ തിരുസന്നിധിയിൽ വെച്ചാണ് തൃശ്ശൂർ പൂരം. നമുക്ക് തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പ്രത്യേകിച്ച് പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വിശദമായി ഇവിടെ പറയുന്നില്ല. വിവിധ അമ്പലങ്ങളുടെ മേളവാദ്യങ്ങളുടെയും അമ്പലങ്ങളുടെ മേളവാദ്യങ്ങളുടെയും കുടമാറ്റങ്ങളുടെയും ആകെ തുകയാണ് തൃശ്ശൂർ പൂരം. അത് നടക്കുന്നത് ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. പിന്നെ അശ്വത്ഥമാവ്, നമ്മുടെ പുരാണ കഥയിലുള്ള ചിരഞ്ജീവി എന്ന് വെച്ചാൽ മരണമില്ലാത്ത, അങ്ങനെ ശാപം കിട്ടിയതാണ്. ആ അശ്വത്ഥമാവ് ഈ ക്ഷേത്രത്തിൽ തൃപ്പുക തൊഴാൻ വരും. തൃപ്പുക എന്ന് വെച്ചാൽ നമ്മുടെ അത്താഴ പൂജ കഴിഞ്ഞ് രാത്രി 9 മണി സമയങ്ങളിൽ ഈ ദേവനെ പുകച്ച് അവിടെ ഒരു ദേവനെ പുകച്ച് ഒരു സുഗന്ധപൂരിതമാക്കുന്ന ചന്ദനം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് തൃപ്പുക. ആ തൃപ്പുക തൊഴാൻ അശുദ്ധമാവ് ഇവിടെ എത്തും എന്നാണ് വിശ്വാസം. പിന്നെ യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ്, യുനെസ്കോയുടെ ധാരാളം പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെറുതാക്കി ആ കറക്റ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ. യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ കേരളത്തിലെ ക്ഷേത്രമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം. അപ്പോൾ ഓർമ്മിക്കുക,
കേരളത്തിൽ യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ പിന്നെ മികച്ച പ്രവർത്തനമുള്ള അല്ലെങ്കിൽ ഏറ്റവും പഴമ കാത്തുസൂക്ഷിക്കുന്ന, ഇന്നും അത് കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അത് പരിപാലിക്കുന്ന ക്ഷേത്രം എന്നുള്ളത് എക്സലൻസ്. ആ യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ക്ഷേത്രമാണ് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. പിന്നെ വാസ്തുവിദ്യയിൽ വളരെ മനോഹരമായ ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളാണ് നാലമ്പലവും കൂത്തമ്പലവും. നാലമ്പലം നമുക്കറിയാം, ക്ഷേത്രത്തിന് നാലമ്പലം. പിന്നെ കൂത്തമ്പലം. ഈ കൂത്തമ്പലം എന്താണ് എന്ന് ചോദിച്ചാൽ, പണ്ട് നമ്മുടെ കൂത്തിന് അതുപോലെയുള്ള പരമ്പരാഗത കലാരൂപങ്ങൾ നടത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഒരു വേദിയാണ് കൂത്തമ്പലം എന്നറിയപ്പെടുന്നത്. ആ നാലമ്പലവും കൂത്തമ്പലവും ഇവിടെ പ്രധാനപ്പെട്ട പ്രസിദ്ധമാണ്. പിന്നെ ക്ഷേത്രത്തിലുള്ള ധാരാളം ചിത്രങ്ങൾ അല്ലെങ്കിൽ ചുമർ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ചുമർ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. പിന്നെ അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധം എന്ന് പറയുന്നത് നന്ദികേശ്വരൻ എന്നറിയപ്പെടുന്ന വെളുത്ത കാളയും വാസുകി ശയനായ ശിവന്റെ അപൂർവ ചിത്രവും. അപ്പോ നന്ദികേശ്വരൻ എന്നറിയപ്പെടുന്ന വെളുത്ത കാളയും പിന്നെ വാസുകി ശയനായ ശിവന്റെ അപൂർവ ചിത്രവും. ഓർമ്മിക്കൂ, വാസുകിയുടെ മുകളിൽ അനന്തപത്മനാഭൻ മഹാവിഷ്ണു ആണ് ശയനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ വാസുകി ശയനായ പരമശിവനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ വെളുത്ത കാളയ നന്ദികേശ്വരൻ എന്ന വെളുത്ത കാളയും. അങ്ങനെ ആ രണ്ട് ചുമർ ചിത്രങ്ങളും വളരെ ആകർഷണങ്ങളിൽ ഒന്നാണ്. പിന്നെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്ന ഒരു പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ഓർമ്മിക്കുക, ബ്രഹ്മാണ്ഡ പുരാണം. നിലവില് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ നിലവിൽ കേരള പുരാവസ്തു വകുപ്പ് വടക്കുംനാഥ ക്ഷേത്രത്തെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഓർമ്മിക്കുക, ദേശീയ സ്മാരകം. ഇപ്പോ കേരള പുരാവസ്തു വകുപ്പ് ദേശീയ സ്മാരകമായിട്ട് ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ മറ്റു രണ്ട് പേരുകളിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ദക്ഷിണ കൈലാസം ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ കൂടെ തെങ്കൈലാസം. പിന്നെ വൃഷഭാചലം, ജലമല്ല ചലം, വൃഷഭാചലം എന്നും അറിയപ്പെടുന്നു. ശിവനുമായി ബന്ധപ്പെട്ട പേരുകളിൽ നിന്നാണ് ഈ പേരുണ്ട്. തെങ്കൈലാസം, വൃഷഭാചലം എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് തൃശ്ശൂരിന് ആ പേര് വന്നത് എന്നാണ് വിശ്വാസം. അതായത് തൃശിവപേരൂർ എന്നല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ ശിവന്റെ നാമമുള്ള പട്ടണം എന്നുള്ള ഇതിൽ തൃശിവപേരൂർ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേരുള്ള പട്ടണം എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ തൃശിവപേരൂർ എന്നാണ് ഇത് ആദ്യം അറിയപ്പെടുന്നത്. പിന്നെ അതിന്റെ ചുരുക്കെഴുത്തായിട്ട് ഈ തൃശ്ശൂർ വന്നതാണ്. ഇനി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഘടികാര ദിശയിലാണ് നമ്മൾ ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുന്നത്. അതിൽ തന്നെ ശിവക്ഷേത്രത്തിൽ നമ്മുടെ ഓവ് വരെ മാത്രമേ പോകാവൂ. അവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മൾ തിരിച്ചു വരണം. മറ്റു ക്ഷേത്രങ്ങളും ആ പ്രശ്നമില്ല. എന്നാൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് പ്രദക്ഷിണ എതിർ ഘടികാര ദിശയിൽ പ്രദക്ഷിണം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, എതിർ ഘടികാര ദിശയിൽ പ്രദക്ഷിണം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. പിന്നെ 9 അടി വരെ ഉയരമുള്ള ശിവലിംഗമാണിത്. അത് നെയ്ക്കൂനിയാൽ എപ്പോഴും മൂടിയിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അല്ല. അപ്പോൾ അതായത് നെയ്യഭിഷേകം ഉണ്ടാവും എന്നാണ് അതിന്റെ പ്രത്യേകത. നെയ്ക്കൂനിയാൽ മൂടിയിരിക്കുന്ന 9 അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 9 അടി ഉയരമുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വാസുകി ശയനനെ അതോടെ നേരത്തെ പറഞ്ഞു, ശയനനെ ചിത്രീകരിക്കുന്ന ഒരു ചുമർ ചിത്രം ഇവിടെ ഉണ്ട്. ഈ ചിത്രത്തെ ആരാധിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു അപൂർവ പ്രത്യേകതകളുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും ചുമർ ചിത്രം ഉണ്ടെങ്കിലും അതൊന്നും ആരാധനാ വസ്തുക്കളല്ല. എന്നാൽ ഇവിടത്തെ ചുമർ ചിത്രം ആരാധനാ വസ്തുവാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇനി ക്ഷേത്രത്തിലെ മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മഹാശിവരാത്രിയാണ്. പിന്നെ ശിവരാത്രി സമയത്ത് ഒരു ലക്ഷദീപം, 1,00,000 വിളക്കുകൾ കൊണ്ട് തെളിയിക്കുന്ന ലക്ഷദീപം, അത് വലിയ പ്രത്യേകതയല്ല, കാരണം പല ക്ഷേത്രങ്ങളിൽ നിന്ന് ലക്ഷദീപമുണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ വിഗ്രഹം ഏത് പ്രധാനപ്പെട്ട ദിവസത്തിലും, അതായത് ശിവരാത്രി ദിനത്തിലാകട്ടെ,
പിന്നെ ഒരു ഘോഷയാത്രയാകട്ടെ, ഏത് സമയത്ത് പോലും ഈ വടക്കുംനാഥന്റെ വിഗ്രഹം പുറത്തെടുക്കാറില്ല. അതായത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അവിടുത്തെ ഘോഷയാത്രക്കെങ്കിലും അല്ലെങ്കിൽ ശീവേലിക്ക് ഉത്സവ സമയത്തുള്ള അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലെങ്കിലും ആ വിഗ്രഹം പുറത്തെടുക്കുന്ന ഒരു ചടങ്ങ്, ഒരു രീതിയുണ്ട്. എന്നാൽ ഇവിടെ ഏതൊരു കാലഘട്ടത്തിലും ഈ ഇത് പരമശിവന്റെ ഈ വടക്കുംനാഥന്റെ ഈ പ്രതിഷ്ഠ പുറത്തെടുക്കാറില്ല എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് അദ്ദേഹം ഈ തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. അപ്പോ തൃശ്ശൂർ പൂരത്തിന്റെ ആശയം ശക്തൻ തമ്പുരാനിലായിരുന്നു. 1796 വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങളെ അദ്ദേഹം ഏകീകരിച്ച് തൃശ്ശൂർ പൂരം ഒരു ബഹുജന ഉത്സവമാക്കി നടത്തി. 1796 എന്ന വർഷം ഓർമ്മിക്കുക. ഓക്കെ, മലയാള മാസമായ മേടമാസത്തിലെ പൂരം നാളിലാണ്, അതാണ് പൂരം എന്ന് പേര് വന്നത്. മേടമാസത്തിലെ പൂരം നാളിലാണ് ഈ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, തിരുവമ്പാടി, പാറമേക്കാവെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ തൃശ്ശൂർ നഗരത്തിലും അവരെല്ലാം ഇവിടെയാണ് സമ്മേളിക്കുന്നത്. അങ്ങനെ 10 ക്ഷേത്രങ്ങൾ സമ്മേളിക്കും. ഇനിയും വേറെ ക്ഷേത്രങ്ങളുണ്ട്, നമുക്ക് അപൂർവം ആയതുകൊണ്ടും അങ്ങനെ വലിയ പ്രസിദ്ധമല്ലാത്തത് കൊണ്ടോ പറയാത്തത്. തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ദേവീ ദേവന്മാരുടെ ഒരു മഹാസമ്മേളനമായിട്ടാണ് ഈ തൃശ്ശൂർ പൂരം, മേടമാസത്തിലെ പൂരം ആഘോഷിക്കുന്നത്. ഇപ്പൊ ഈ പഞ്ചവാദ്യം, കുടമാറ്റം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ആനപ്പുറത്ത് വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്ത് എത്തുകയും അവിടെ പിന്നീട് മേളങ്ങൾ നടക്കുകയും പിന്നീട് ഇലഞ്ഞിത്തറ മേളവും പിന്നെ കുടമാറ്റം എല്ലാം ഇലഞ്ഞിത്തറ മേളമല്ല കുടമാറ്റം എല്ലാം ആ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പൂര ദിവസം ദേവന് വേണ്ടി പ്രത്യേകിച്ച് വഴിപാടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൂരത്തെ യുനെസ്കോ പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം, പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹര ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ യുനെസ്കോ തൃശ്ശൂർ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പോൾ തൃശ്ശൂർ പൂരത്തെ യുനെസ്കോ ഏറ്റവും നയന മനോഹര ഉത്സവം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കാര്യം ഓർമ്മിക്കുക. പിന്നെ ആനയൂട്ട് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു ഉത്സവമാണ് ആനയൂട്ട് എന്നറിയപ്പെടുന്നത്. ജൂലൈ മാസത്തോട് ചേർന്നുള്ള കർക്കിടക മാസം ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ 4 വർഷത്തിലൊരിക്കൽ ഗജപൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. ഗജപൂജ ചെയ്യുന്ന ക്ഷേത്രമാണിത്. പിന്നെ 4 വർഷത്തിലൊരിക്കലാണ്. പിന്നെ ആതിരോത്സവം, ധനുമാസത്തിലെ മഹാദേവന്റെ തിരുനാളായ പിന്നെ തിരുവാതിര ദിവസം തിരുവാതിരോത്സവം അല്ലെങ്കിൽ ആതിരോത്സവം. ഇത്രയും കാര്യങ്ങളാണ് ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തെ കുറിച്ച് ഒരു ഉദ്യോഗാർത്ഥി, ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. തൃശ്ശൂർ നഗരമധ്യത്തിൽ തേക്കൻകാട് മൈതാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കൈലാസമെന്നും തെങ്കൈലാസമെന്നും വൃഷഭാചലമെന്നും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ശിവനാണ്. പിന്നെ പാർവതിയും ശ്രീരാമനും ശങ്കരനാരായണനും ഗണപതി എല്ലാം അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ ധാരാളമുള്ള ക്ഷേത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനം വടക്കുംനാഥനാണ്. ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രമാണിത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നായ ഇത് ഗ്രാമക്ഷേത്രം എന്നറിയപ്പെടുന്നു. പിന്നെ സ്വരാജ് റൗണ്ട് അതിന്റെ പ്രദക്ഷിണ വഴിയാണ്. തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രം ഇതിന്റെ മുന്നിലാണ്. പിന്നെ അശുദ്ധമാവ് തൃപ്പുക, ഇവിടെ തൃപ്പുക എന്താണെന്ന് പറഞ്ഞു. ചന്ദനം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചുള്ള കത്തിച്ചുണ്ടാകുന്ന പുകയാണ് തൃപ്പുക. ആ തൃപ്പുക എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. അത്താഴ പൂജയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുണ്ടാവും. തൃപ്പുക അശുദ്ധമാവ് തൊഴാൻ വരും എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസം. യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ഒരു ക്ഷേത്രമാണിത്. പിന്നെ നാലമ്പലം, കൂത്തമ്പലം പ്രധാനമാണ്. നന്ദികേശ്വരനും വാസുകി ശയനുമായ പരമശിവന്റെയും അപൂർവ ചുമർ ചിത്രങ്ങളുള്ള ഒരു വലിയ ക്ഷേത്രമാണിത്. പിന്നെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ സ്മാരകമായിട്ട് പുരാവസ്തു വകുപ്പ് അംഗീകരിച്ചിട്ടുള്ള ഒന്നാണിത്. പിന്നെ എതിർ ഘടികാര ദിശയിലാണ് ഇവിടുത്തെ പ്രദക്ഷിണം. ലക്ഷദ്വീപം പറഞ്ഞു. ശക്തൻ തമ്പുരാനാണ് 1796 മേടമാസത്തിലെ പൂരം നാളില് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം അല്ലെങ്കിൽ എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം. പിന്നെ ഗജപൂജ പറഞ്ഞു. 4 വർഷത്തിലൊരിക്കലാണ്. തിരുവാതിരോത്സവം പറഞ്ഞു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. തൃശ്ശൂർ നഗരത്തിൽ തേക്കൻകാട് മൈതാനം പറഞ്ഞു, ദക്ഷിണ കൈലാസം പറഞ്ഞു, ശിവൻ പാർവതി ശ്രീരാമൻ പറഞ്ഞു, ശക്തൻ തമ്പുരാന്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ട കാര്യം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രമാണിത്. പ്രദക്ഷിണ വഴി എന്നറിയപ്പെടുന്ന സ്വരാജ് റൗണ്ടാണ്. പരശുരാമൻ നിർമ്മിച്ച 108 ശിവാലയങ്ങൾ ഒന്നാണത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ശ്രീമൂല ആസ്ഥാനമായും തൃശ്ശൂരിലെ ഗ്രാമക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്നത് വടക്കനാഥന്റെ തിരുസന്നിധിയിൽ വെച്ചാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. അശുദ്ധമാവ് തൃപ്പുക തൊഴാൻ ഇവിടെ വരുമെന്നാണ് വിശ്വാസം. യുനെസ്കോയുടെ അവാർഡ് ഓഫ് എക്സലൻസ് നേടിയ ക്ഷേത്രമാണിത്. പിന്നെ നാലമ്പലം കുത്തമ്പലം പറഞ്ഞു. നന്ദികേശ്വരനും പിന്നെ വാസുകി ശയനായ ശിവന്റെ അപൂർവ ചിത്രവും പറഞ്ഞു. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പരാമർശിച്ച പുസ്തകമാണ് ബ്രഹ്മാണ്ഡ പുരാണം. കേരളത്തിൽ പുരാവസ്തു വകുപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെങ്കൈലാസം വൃഷഭാചലം എന്നും വടക്കുന്നാഥ ക്ഷേത്രം അറിയപ്പെടുന്നു. തൃശ്ശൂർ എന്ന പേര് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. തൃശിവപേരൂർ എന്നുള്ളത് ചുരുക്കപ്പേരാണ് തൃശ്ശൂർ. എതിർ ഘടികാര ദിശയിലെ പ്രദക്ഷിണം പറഞ്ഞു. 9 അടി ഉയരമുള്ള നെയ്ക്കൂനയാൽ മൂടപ്പെട്ട ശിവലിംഗം പറഞ്ഞു. വാസുകി ശയനെ ഓർമ്മിപ്പിക്കുന്ന ആ ചിത്രത്തെ ആരാധിക്കാറുണ്ട്. അങ്ങനെയുള്ള അപൂർവ ക്ഷേത്രമാണ് ഇത്. മഹാശിവരാത്രി പ്രധാനമാണ്. ലക്ഷദ്വീപം പറഞ്ഞു. ശിവരാത്രി ദിനത്തിൽ ഒരു ഘോഷയാത്രയ്ക്കോ മറ്റും ഒന്നും വിഗ്രഹം പുറത്തിറക്കാറില്ല. തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാന്റെ കാലത്തായിരുന്നു. 1796 വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങളെ അദ്ദേഹം സമാഗമിച്ചുണ്ടാക്കിയതാണ് തൃശ്ശൂർ പൂരം. മലയാള മാസമായ മേടം മാസത്തിലെ പൂരം നാളിലാണിത്. ദേവീദേവന്മാരുടെ വിവിധ ചുറ്റിലുമുള്ള 10ഓളം ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരുടെ ഒരു സമാഗമമാണ്, മഹാസമ്മേളനമാണ് ക്ഷേത്രം. ഈ സമയത്ത് അലങ്കരിച്ച ആനകളുടെ പുറത്ത് വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തുന്നു. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തെയാണ് യുനെസ്കോ പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്നറിയപ്പെടുന്നു, വിശേഷിക്കുന്നത്. പിന്നെ മറ്റേ കാര്യങ്ങളൊക്കെ തൃശ്ശൂർ പൂരം നമ്മുടെ ചടങ്ങുകൾ, അത് നമുക്ക് ഇപ്പോൾ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. പിന്നെ കേരളത്തിൽ 2ാമത്തെ വലിയ ഉത്സവമാണ് ആനയൂട്ട്. ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ഉത്സവമാണിത്. ജൂലൈ മാസവും ചേർന്നുള്ള കർക്കിടക 1-ാം ഉത്സവം. 4 വർഷത്തൊരിക്കൽ ഗജപൂജയും നടത്തുന്നുണ്ട്. പിന്നെ തിരുവാതിര ഉത്സവം പറഞ്ഞു. ഇനി അടുത്ത ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന ക്ഷേത്രങ്ങളിൽ ശബരിമല പോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലെ വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളൊന്നായ ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാവക്കാട്. പിന്നെ ഇന്ത്യയിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, പിന്നെ ബദരിനാഥ് മഹാദേവ ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണെന്ന് ഓർമ്മിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ക്ഷേത്രം, ഏറ്റവും ഭക്തർ എത്തുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. മുഖ്യ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവാണ് 4 കൈകളോട് കൂടിയ മഹാവിഷ്ണുവാണ്. ചതുർബാഹുവായ 4 കൈകളോട് കൂടിയ മഹാവിഷ്ണുവാണ്. പിന്നെ ശ്രീകൃഷ്ണനെ 12 ഭാവങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത്. പ്രധാനമല്ല, ഗുരുവായൂരപ്പൻ എന്ന പേരിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ കൃഷ്ണനെ ഗുരുവായൂരപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പൻ. പാരമ്പര്യമായി ഇവിടുത്തെ താന്ത്രിക വിദ്യകളെല്ലാം ചെയ്യുന്നത് പുഴക്കര ചേന്നാസ് നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ആ പുഴക്കര ചേന്നാസ് നമ്പൂതിരി കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടുത്തെ തന്ത്രിയായിട്ട് വർത്തിക്കുന്നത്. പുഴക്കര എന്ന് ഓർമ്മിക്കാം. പിന്നെ വളരെ അപൂർവമായ പാതാളാഞ്ജന വിഗ്രഹത്തിലാണ് ഇവിടുത്തെ കൃഷ്ണ എന്ന അപൂർവ ശിലയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. പാതാളഞ്ജനം, അഞ്ജനശില നമ്മൾ കൃഷ്ണശില പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പാതാള അഞ്ജനശില എന്ന് പറയുന്ന ശിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കാര്യം ഓർമ്മിക്കുക. പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തൊട്ട് പിന്നിൽ കിഴക്കേ നടയിലായിട്ട് പ്രതിഷ്ഠയാണ് കാര്യാലയ ഗണപതി. കാര്യാലയ ഗണപതി. സാധാരണ ഉള്ള ഗണപതി പ്രതിഷ്ഠയിൽ നിന്ന് വ്യത്യസ്തമായി ഗണപതിയുടെ തുമ്പിക്കൈ ഇടത്തോട്ട് തിരിഞ്ഞാണ്, ഇടത്തേക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സാധാരണ വലത്തെ ഭാഗത്താണ്, ഇവിടെ ഇടത്തെ ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. പിന്നെ തളർവാദം, നമ്മുടെ വില്യൻ ലോകൻ മലബാർ
മാനുവൽ എഴുതിയ വില്യം ലോഗൻ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത് തളർവാദ രോഗികൾക്ക് ആ പുകൾപറ്റതാണ് ഈ ക്ഷേത്രം, ആശ്രയമാണ് ക്ഷേത്രം എന്നാണ്. അപ്പോൾ വില്യം ലോഗൻ ഓർമ്മിക്കുക. തളർവാദ രോഗികൾക്ക് പുകൾപറ്റതാണ് ഈ ക്ഷേത്രമെന്ന് ആര് പറഞ്ഞു? വില്യം ലോഗൻ. 1970 കുപ്രസിദ്ധമായ ഒരു തീപിടുത്തം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര തീപിടുത്തം 1970 ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമം നിലവിൽ വന്നത് 1977 1977 ഗുരുവായൂർ ദേവസ്വം നിയമം നിലവിൽ വന്നത്. നിയമം വന്നത് 1977 മുതൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഗീതോത്സവം ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ നടത്തുന്നു. ഓർമ്മിക്കുക, ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചത് 1977 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവം നടത്തുന്നു. പിന്നെ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് പ്രസാദ്. ആ പ്രസാദിൽ ഉൾപ്പെട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം. ആ പ്രസാദിൽ ഉൾപ്പെട്ട താഴെ പറയുന്ന ഒരു ക്ഷേത്രം ഏതാണെന്ന് പരീക്ഷയ്ക്ക് വന്നാൽ ഓർമ്മിക്കുക, അത് ഗുരുവായൂർ ക്ഷേത്രം അതിലൊന്നാണ്. പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് പുന്നത്തൂർ കോട്ട. പുന്നത്തൂർ കോട്ട ഇത് കേരളത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ, കേരളത്തിലെ അല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ആന കൊട്ടിലാണ്, അല്ലെങ്കിൽ ആന സംരക്ഷണ കേന്ദ്രമാണ് ഈ പുന്നത്തൂർ കോട്ട. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്, ദക്ഷിണ ദ്വാരക. പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന അവാർഡ്. ജ്ഞാനപ്പാന അവാർഡ്. അതുപോലെ ഒരു അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. നമുക്കറിയാം ദേവസ്വം ബോർഡുകൾ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അത് പ്രത്യേകം. പിന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. മറ്റത് ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നതാണ് നമ്മുടെ ഈ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്. നാരദ പുരാണത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ട്, നാരദ പുരാണം. പിന്നെ മേൽപ്പത്തൂരിന്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്ര പ്രസിദ്ധി നേടിക്കൊടുത്തത്. നാരായണീയം നമ്മളെല്ലാം വായിക്കുന്നതാണ്. കണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ മേൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, അങ്ങനെയുള്ള ആ ശ്ലോകങ്ങളൊക്കെ ഉള്ള ആ നാരായണീയം എഴുതിയത് ആരാണെന്ന് ചോദിക്കും. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം, ഒരു കൃതിയാണ് നാരായണീയം. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് ഈ നാരായണീയം എഴുതിയത്. പിന്നെ ഈ ക്ഷേത്രകുറിച്ചുള്ള ഐതിഹ്യം വളരെ ചുരുക്കി പറഞ്ഞാൽ, കൃഷ്ണനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹം അവരുടെ കാലശേഷം പിന്നീട് പ്രളയം വന്നു. ആ പ്രളയ സമയത്ത് ഇത് ബൃഹസ്പതി, ദേവഗുരുവായ ആ ബൃഹസ്പതിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ വായുദേവനും ചേർന്ന് ഏറ്റവും അനുയോജ്യമായ ഇടം എന്ന നിലയിൽ ഇവിടെ ഈ ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്ന ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെ ഗുരുവും പിന്നെ വായുദേവനും ചേർന്ന് അങ്ങനെ ഗുരുവായൂറായി. ദേവഗുരു ബൃഹസ്പതിയും പിന്നെ വായു ഭഗവാനും ചേർന്ന് അങ്ങനെ അതാണ് ഗുരുവായൂറായത് എന്ന് ഓർമ്മിക്കുക. പിന്നെ 4 അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും അമ്മയായ ദേവകിക്കും ആ കാരാഗ്രഹവാസ സമയത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ആ സമയത്ത് മഹാവിഷ്ണു പ്രതിഷ്ഠ നൽകിയ ആ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഓർമ്മിക്കുക, വസുദേവർക്കും അമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും ദർശനം നൽകിയ ആ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്, ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് എന്നാണ് വിശ്വാസം. ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കൃഷ്ണനാട്ടം. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 8 ലീലകളാണ് ഈ കൃഷ്ണനാട്ടത്തിൽ ഇവിടെ ആടുന്നത്. ഈ വഴിപാട് ചൊവ്വാഴ്ചകളിലും
പിന്നെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ നടത്താറില്ല. അതെന്തോ കാരണം ഉണ്ടാവും, എനിക്കറിയില്ല. ഇപ്പോൾ ഓർമ്മിക്കുക, ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം നമുക്കറിയാം, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, അങ്ങനെ ആ പാരമ്പര്യ കലകളിലൊന്നാണ് കൃഷ്ണനാട്ടം. പിന്നെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഭഗവതി അഴൽ എന്ന് പറയുന്നത്. ഭഗവതി അഴൽ അതൊരു സംഗീതോത്സവമാണ്. ആ സംഗീതോത്സവത്തിലെ ഒരു സങ്കീർത്തനമാണ് ഈ ഭഗവതി അഴൽ. ഈ ഭഗവതി അഴലോട് കൂടിയാണ് ഈ സംഗീതോത്സവം സമാപിക്കുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ വൈകിട്ട് ശീവേലി അറിയപ്പെടുന്ന പേരാണ് കാഴ്ച ശീവേലി. കാഴ്ച ശീവേലി ഉത്സവം കുംഭമാസത്തിലെ പൂയനാളിലാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പിന്നെ ഗുരുവായൂരത്തിലെ ഉത്സവം ആരംഭിക്കുന്നത് തന്നെ ആനയോട്ടത്തിലൂടെയാണ്. ആനയോട്ടം. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂയനാളിൽ ആരംഭിക്കുന്ന ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തിലൂടെയാണ് എന്ന് ഓർമ്മിക്കുക. ആ ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയാണ് എല്ലാ 10 ദിവസവും എഴുന്നള്ളത്ത് നടത്തുന്നത്. അല്ലെങ്കിൽ എഴുന്നള്ളത്ത് ദേവന്റെ തിടമ്പ് ഏറുന്നത് കാര്യം ഓർമ്മിക്കുക. പിന്നെ ഉത്സവത്തിന് മുളയിടൽ എന്നൊരു ചടങ്ങുണ്ട്. മുളയിടൽ ഇതെല്ലാം ഓർമ്മിച്ചാൽ മതി, അമിതമായ പ്രാധാന്യം ഇല്ലാത്തതാണ്. പിന്നെ ഏകാദശി ആദ്യ വിശിഷ്ടമാണ്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷം ഏകാദശിയാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനം. ഗുരുവായൂർ അന്നേ ദിവസം മുതൽ പിന്നെ നെയ്വിളക്ക് കത്തിക്കുന്ന ഒരു വഴിപാട് ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ വേറൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അഷ്ടമി രോഹിണി. അഷ്ടമി രോഹിണി ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷം എന്ന് വെച്ചാൽ വെളുത്ത വാവ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പൂർണ്ണ വെളുത്ത വാവ് വരെയുള്ള ആ ഒരു 14 ദിവസത്തോളം വരുന്ന ആ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണി നക്ഷത്രവും കൂടിയ ദിവസമാണ് ഈ പറഞ്ഞ അഷ്ടമി രോഹിണി ദിവസം ആഘോഷിക്കുന്നത്. പിന്നെ മേട വിഷു പ്രധാനമാണ്. അതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട കാര്യമാണത്. പിന്നെ ചെമ്പൈ സംഗീതോത്സവം വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ പഞ്ചരത്ന കീർത്തനാലാപനമാണ് ഏറ്റവും പ്രധാനം. ഏകാദശി ദിവസം രാത്രി ശ്രീരാഗത്തിലുള്ള കരുണ ചെയ്യുവാനന്ദ താമസം കൃഷ്ണ എന്ന സങ്കീർത്തനത്തോടെയാണ് ഈ സംഗീതോത്സവം അവസാനിക്കുന്നതെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിൽ ധാരാളം പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ പറഞ്ഞതിനേക്കാളും ഉണ്ട്. ഒന്നുകൂടെ പറയാം. ചാവക്കാട്, ഗുരുവായൂരിലെ ചാവക്കാടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. പിന്നെ മഹാവിഷ്ണു, ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗുരുവായൂരപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. പുഴക്കര ചെന്നാസ് നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ തന്ത്രിമാരാകുന്നത്. ഇവിടുത്തെ ശില പാതാളഞ്ചന ശിലയാണ്. കാര്യാലയ ഗണപതി ഇടതുവശത്തോട്ട് പിന്നെ തുമ്പിക്കൈ തിരിഞ്ഞിരിക്കുന്ന കാര്യാലയ ഗണപതിയാണ് മറ്റൊരു പ്രത്യേകത. വില്യൻ ലോവന്റെ മലബാർ ബാൻഡിൽ പ്രത്യേകം പറയുന്നുണ്ട്, തളർവാദ രോഗികൾക്ക് പുകൾപെറ്റ ക്ഷേത്രമാണിതെന്ന് പറയുന്നുണ്ട്. 1970 ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായ പറഞ്ഞു. 1977 ഗുരുവായൂർ ദേവസ്വം നിയമം നിലവിൽ വന്നത്. 77 മുതൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന പിന്നെ 77 മുതൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്ന കാര്യം പറഞ്ഞു. 74 മുതലാണ് കേട്ടോ. ചെമ്പൈ സംഗീതോത്സവം 74 മുതലാണ്, 74 മുതൽ. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ തീർത്ഥാടനങ്ങളെ പുനരുദ്ധരിപ്പിക്കുന്ന പ്രസാദ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഈ ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. പുന്നത്തൂർ കോട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ആനക്കോട്ടയാണ്. അത് ഇവിടെയാണ്. ദക്ഷിണ ദ്വാര എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പിന്നെ ജ്ഞാനപ്പാന അവാർഡ് നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അതുപോലെ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡല്ല, അത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. നാരദ പുരാണത്തിൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുന്നുണ്ട്. നാരായണീയം എഴുതിയ മേലപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഈ ക്ഷേത്രത്തിന്, അതുവഴിയാണ് ഈ ക്ഷേത്രം പ്രസിദ്ധമായത്. പൂയം നാളില് ഉത്സവം കൊടിയേറുന്നു. ആനയോട്ടം പറഞ്ഞു. ആനയോട്ടത്തിൽ വിജയിക്കുന്ന ആനയാണ് 10 ദിവസവും തിടമ്പേറ്റുന്നത്. മുളയിടൽ ചടങ്ങ് പറഞ്ഞു. വിശ്വകർമാവാണ് ദേവശില്പിയായ വിശ്വകർമാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറഞ്ഞു. കൃഷ്ണനാട്ടം പ്രധാനമാണ്. അതിൽ തന്നെ ഭഗവതി അഴൽ എന്ന് പറയുന്ന ഒരു സംഗീതോത്സവം വഴിയാണ് സംഗീത അർച്ചന വഴിയാണ് ഇത് അവസാനിക്കുന്നത്. പിന്നെ കാഴ്ച ശീവേലി പ്രധാനമാണ്. അഷ്ടമി രോഹിണി പറഞ്ഞു. ചെമ്പൈ സംഗീതോത്സവം 15 ദിവസം നീണ്ടെടുക്കുന്ന കാര്യം പറഞ്ഞു. കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രമാണ് ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തർ പറഞ്ഞു.
മഹാവിഷ്ണു ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ പറഞ്ഞു. ശ്രീകൃഷ്ണനെ 12 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. ഗുരുവായൂരപ്പൻ എന്ന അറിയപ്പെടുന്ന പറഞ്ഞു. പുഴക്കര ചേന്നാസ് നമ്പൂതിരിപ്പാടിന്റെ കാര്യം പറഞ്ഞു. പാതാളഞ്ജനം എന്ന കാര്യം പറഞ്ഞു. പാതാളഞ്ജനം എന്ന അപൂർവ ശിലയിലാണ്. ഗുരുവായൂർ കാവൽ ദൈവം എന്നറിയപ്പെടുന്ന ഇടത്തരികത്ത് കാവൽ ദേവിയാണ്. അത് മേൽക്കോയില്ലാത്ത ക്ഷേത്രമാണ്. വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല, അതുകൊണ്ട് അടുത്ത് പറയാത്തത്. കാര്യാലയ ഗണപതിയുടെ കാര്യം പറഞ്ഞു. തുമ്പയ്ക്ക് ഇടത് ഭാഗത്തേക്കാണ്. തളർവാദ രോഗികൾക്ക് ഈ ക്ഷേത്രം വളരെ വേണ്ടപ്പെട്ടതാണ് എന്ന് മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറഞ്ഞിട്ടുണ്ട്. 1970 ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായി. 77 ഗുരുവായൂർ ദേവസ്വം നിയമം വന്നു. 74 മുതൽ ഏകാദശി തിഥിയോടനുബന്ധിച്ച് 15 ദിവസം നീണ്ടു നിൽക്കുന്ന ചെമ്പൈ സംഗീതോത്സവം പറഞ്ഞു. പ്രസാദിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത്. പുന്നത്തൂർ കോട്ടയുടെ കാര്യം പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആനക്കൊട്ടിലാണിത്. ദക്ഷിണ ദ്വാരക പറഞ്ഞു. ജ്ഞാനപ്പാൻ അവാർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്, അത് പറഞ്ഞു. പിന്നെ നാരദ പുരാണത്തിൽ പറയുന്നുണ്ട് ഐതിഹ്യം, അത് അല്ല. പിന്നെ മേൽപ്പത്തൂർ നാരായണീയം പറഞ്ഞു. പ്രതിഷ്ഠാവിഗ്രഹ 4 അടികളോ ഉയരേണ്ട പ്രധാനമൊന്നുമല്ല. വസുദേവർക്കും ദേവകിക്കും നൽകിയ ആ ഒരു ദർശനം നൽകിയ ആ ഒരു രൂപത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ, ഇവിടുത്തെ പ്രതിഷ്ഠ. വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കൃഷ്ണനാട്ടം. കൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള 8 ലീലകളാണ് ഇവിടെ ആടുന്നത്. ചൊവ്വയും പിന്നെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നടത്താറുള്ളത്. കാഴ്ച ശീവേലി പ്രധാനമാണ്. ഉത്സവം പൂയന്നാളിലാണ് കൊടിയേറുന്നത്. 10 ദിവസമാണ് ഉത്സവം. ആനയോട്ടത്തോടെ ആരംഭിക്കും. വിജയിക്കുന്ന ആനയാണ് 10 ദിവസവും എഴുന്നള്ളത്തിൽ തിടമ്പേറ്റുന്നത്. മുളയിടൽ ചടങ്ങ് പറഞ്ഞു. ശുക്ലപക്ഷം ഏകാദശിയാണ് ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനം. നെയ്യ് കത്തിക്കുന്ന വിളക്കൊന്നും പ്രധാനമുണ്ട്, അതൊന്നും പ്രധാനമല്ല. അഷ്ടമി രോഹിണി ദിവസം പറഞ്ഞു. ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണി നക്ഷത്രവും കൂടി വരുന്ന ദിവസമാണ്. മേടവിഷു പ്രധാനമാണ്. ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നു. അതിൽ പഞ്ചരത്ന കീർത്താലാപനം പ്രധാനമാണ്. അതിലാണ് കരുണ ചെയ്യുവാനെന്ന് താമസം കൃഷ്ണ എന്ന് പറയുന്ന സംഗീത അർച്ചനയുടെ ഉത്സവം അവസാനിക്കുന്നു. ഇത്രയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത പഠിക്കേണ്ടത് കൊടുങ്ങല്ലൂർ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ മറ്റേ പല ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ കുരുമ്പ ക്ഷേത്രമാണ്. കുടുംബ അല്ല, കുരുമ്പ ക്ഷേത്രമാണ്. പിന്നെ കൊടുങ്ങല്ലൂരിലാണ് ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭദ്രകാളി ക്ഷേത്രമായിട്ട് കരുതുന്ന ക്ഷേത്രമാണിത്. പിന്നെ കേരളത്തിൽ പ്രാധാന്യമേറിയ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമായിട്ട് കാണുന്ന ക്ഷേത്രമാണ് ഈ പിന്നെ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രം. അതായത് 4 അംബികമാരെയാണ് നമ്മളിവിടെ അറിയേണ്ടത്. അതിനകത്ത് നമ്മുടെ അംബിക ലോകാംബികയാണ്. കൊടുങ്ങല്ലൂരിലെ ദേവി ലോകാംബികയാണ്. അതായത് തെക്കേ കന്യാകുമാരിയിൽ ബാലാംബികയായിട്ടും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായിട്ടും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായിട്ടും കിഴക്ക് കരിമലയിൽ ഹേമാംബികമായിട്ടും ദേവി കുടികൊള്ളുന്നു. അതിൽ ഇവിടെ നമുക്കുള്ളത് പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിലെ ലോകാംബികയാണ്, കിഴക്ക് ഹേമാംബിക കേട്ടോ, കരിമലയിൽ. അത് പിന്നെ നോക്കാം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ശ്രീ കുരുമ്പക്കാവ് എന്നറിയപ്പെടുന്നു. ശ്രീ കുരുമ്പക്കാവ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുരുമ്പ ഭഗവതി ക്ഷേത്രം കുരുമ്പക്കാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ലോകാംബിക എന്നറിയപ്പെടുന്നു. ചേരൻ ചെങ്കുട്ടവൻ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്, പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ചേരൻ ചെങ്കുട്ടവൻ ആണ് ക്ഷേത്രം. പിന്നെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ആണ്. എന്നിരുന്നാലും അവിടുത്തെ ക്ഷേത്രനാഥൻ എന്നറിയപ്പെടുന്നത് ശിവനാണ്. ക്ഷേത്രനാഥൻ ശിവനാണ്. പിന്നെ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രത്തെ ബ്രാഹ്മണീകരിച്ച് ഉള്ള ചടങ്ങുകളെല്ലാം ചെയ്തു. ഇതൊരു പുരാതന ക്ഷേത്രമായതുകൊണ്ട് പ്രാകൃതമായ വിശ്വാസങ്ങളായിരുന്നു. അതിനെ ബ്രാഹ്മണീകരിച്ചത് ശങ്കരാചാര്യർ ആണ് എന്നാണ് വിശ്വാസം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം വരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അത് പരീക്ഷയിൽ വരാറില്ല. പിന്നെ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഗുരുതി. ഞാൻ പറഞ്ഞു പണ്ട് ഈ കോഴിയെ കുരുതി കൊടുക്കുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിലുള്ളതായിട്ട് ആണ് വിശ്വാസമല്ല, അതാണ് രീതി.
പക്ഷേ നിലവിൽ ആധുനിക കാലത്ത് നടപ്പില്ലാത്ത കാര്യം അല്ലാത്തതുകൊണ്ട് അതിന് പകരം ഗുരുതി നടത്തുന്നുണ്ട്. എം.എൻ. വിജയൻ മാഷിൻ്റെ പുസ്തകങ്ങളിലൊക്കെ പറയാറുണ്ട്, കൊടുങ്ങല്ലൂരിൽ എൻ്റെ വീടൊഴികെ ബാക്കി എല്ലാ വീടുകളിലും കോഴി കുരുതി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് ഈ കൊടുങ്ങല്ലൂരിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ വസൂരിമാലയുടെ ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്ന തെക്ക് ഭാഗത്താണ്, അതായത് ദേവിയെ വസൂരിമാലയുടെ ഭാവത്തിൽ വിശ്വസിക്കുന്ന ഇടത്ത് ആണ് ഗുരുതി നടത്തുന്നത്. അത് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ച് വിഗ്രഹം മുഴുവൻ ചാർത്തി ദേവീ സങ്കല്പത്തിലുള്ള വാഴപ്പിണ്ടിയിന്മേലാണ് ഗുരുതി സർപ്പണം നടത്തുന്നത്. നമ്മൾ പ്രധാനമുള്ള കാര്യമല്ല, അതിനോട് പോകണ്ട. പിന്നെ വേറെ ചാന്താട്ടം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചാന്താട്ടം ചില വിശിഷ്ട വസ്തുക്കൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ തേക്കിൻ കറയും പിന്നെ കസ്തൂരി, ഗോരോചനം അങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ചാന്താട്ടം നടത്തുന്നത്. ഒരു പറ ചാന്ത് ഉപയോഗിച്ചാണ് കൊടുങ്ങല്ലൂരിലെ ചാന്താട്ടം നടത്തുന്നത്. മേടമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ചാന്താട്ടം നടത്തുന്നത്. അതൊന്നും പ്രധാനമുള്ള കാര്യമല്ല, പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓർമ്മിക്കുക, ഗുരുതി ഉള്ള ക്ഷേത്രമാണ്, ചാന്താട്ടം ഉള്ള ക്ഷേത്രമാണ്. പിന്നെ ഭരണി, കൊടുങ്ങല്ലൂരിലുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഭരണി. കൊടുങ്ങല്ലൂർ കുടുംബ ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഒരു ഉത്സവമാണ്, ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി. അത് നമ്മൾ യൂട്യൂബിലും ടി വിയിലും കണ്ടിട്ടുണ്ട്. ചെമ്പട്ടണിഞ്ഞ കോമരങ്ങൾ കയ്യിൽ വാളുമേന്തി രുദ്രതാളത്തിൽ ഉറഞ്ഞു തുള്ളി വരുന്ന ഭരണിപ്പാട്ടും ഈ ആഘോഷത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടുത്തെ ഭരണിപ്പാട്ടിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സഭ്യമല്ലാത്ത വർത്തമാനങ്ങളും ഇവിടെ പറയാറുണ്ട്. പക്ഷെ ആധുനിക കാലത്ത് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ ദിവസമാണ് മറ്റ് പിന്നാക്ക സമുദായക്കാർക്കെല്ലാം ഇവിടെ പ്രവേശനമുള്ളത്. ഈ കാവുതീണ്ടൽ എന്ന് പറയും. ഈ ഭരണിയുടെ തലേന്നാളാണ് ഉള്ള ചടങ്ങാണ് കാവുതീണ്ടൽ. അപ്പോൾ കാവുതീണ്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ള ഒരു ദിവസമാണ് കാവുതീണ്ടൽ. അത് ഈ കൊടുങ്ങല്ലൂർ ഭരണിയുടെ തലേ ദിവസമാണ്. അങ്ങനെയുള്ള ഈ വർഷത്തിലൊരിക്കൽ എല്ലാവർക്കും പ്രവേശനമുള്ള ഈ കാവുതീണ്ടൽ സമയത്ത് ഉള്ള ഒരു സംഭവമാണ് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്. അപ്പോൾ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങളായിരുന്നു. ഇപ്പോൾ ആധുനിക കാലത്ത് കുറച്ച് പരിഷ്കരിക്കപ്പെട്ടു. പിന്നെ നമുക്ക് കേട്ടില്ലാത്ത ധാരാളം ചടങ്ങുകളുണ്ട്. നമ്മൾ പേര് മാത്രം പറഞ്ഞാൽ മതി. ആ ചടങ്ങുകൾ ഏത് ക്ഷേത്രത്തിലാണ് എന്ന് പരീക്ഷയിൽ ചോദിച്ചാൽ അങ്ങ് എഴുതിയാൽ മതി. ഉദാഹരണം പാലയ്ക്കാവേലൻ്റെ വരവ്, പിന്നെ കോഴിക്കല്ല് മൂടൽ, ഇതെല്ലാം ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളാണ്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് റിസർച്ച് ചെയ്ത് പഠിപ്പിക്കാത്തത്. പേര് മാത്രമേ അതിനകത്ത് ചോദിക്കും. പിന്നെ തന്ത്രാദികളൊന്നും ഇല്ലാത്തൊരു കൊടിയേറ്റമാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് കാര്യം ഓർമ്മിക്കുക. 101 നാളികേരമേറ് 101 നാളികേരമേറ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. പിന്നെ പുളിഞ്ചാമൃത വിശേഷ വഴിപാടാണ്. പിന്നെ കാര്യ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പുളിഞ്ചാമൃത വിശേഷ വഴിപാടാണ്. കാര്യതടസ്സം നീങ്ങി കിട്ടാൻ വേണ്ടി നടത്തുന്നത്. തൈര് ചേർത്തൊരു നിവേദ്യമാണിത്. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം പറഞ്ഞു, ഭരണിപ്പാട്ടാണ് പ്രധാനം എന്ന് പറഞ്ഞു, മറ്റൊന്നും പറയാനില്ല. അപ്പോൾ 64 ദുർഗാലയങ്ങളുടെ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ഒരു മൂലസ്ഥാനമായിട്ട് വർത്തിക്കുന്ന ക്ഷേത്രമാണിത്. ദേവി ബാലാംബികയായിട്ടും ലോകാംബികയായിട്ടും ഹേമാംബികയായിട്ടും മൂകാംബികയായിട്ടും കൊല്ലൂരിലെ മൂകാംബികയായിട്ടും എല്ലാം വസിക്കുന്നു. പക്ഷേ ഇവിടെ ലോകാംബികയായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കുടികൊള്ളുന്ന ക്ഷേത്രമാണിത്. ശ്രീ കുരുമ്പക്കാവ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ചേരൻ ചെങ്കുട്ടവൻ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ശിവൻ ലോകനാഥനായിട്ടുള്ള അല്ലെങ്കിൽ നാഥനായിട്ടുള്ള ക്ഷേത്രമാണിത്. ശങ്കരാചാര്യരാണ് ഇതിനെ ബ്രാഹ്മണീകരിച്ചതെന്നാണ് വിശ്വാസം. പിന്നെ ഗുരുതി, ചാന്താട്ടം, പാലയ്ക്കാവേലിൻ്റെ വരവ്, കോഴിക്കല്ല് മൂടൽ, 108 നാളികേരം, പുളിഞ്ചാമൃതം, ഇതെല്ലാം ഇവിടുത്തെ പ്രധാന ആചാരാനുഷ്ഠാനങ്ങളാണ്. കൊടുങ്ങല്ലൂർ ഭരണി പ്രധാനമാണ്. അതിൻ്റെ തലേന്നാളുള്ള കാവുതീണ്ടലും പ്രധാനമാണ്. ഭരണിപ്പാട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിലാണ് ഭഗവതി ക്ഷേത്രം. പിന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ എല്ലാം മൂലസ്ഥാനമാണ്. 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമാണ് ക്ഷേത്രം എന്നറിയപ്പെടുന്നു. തെക്കേ കന്യാകുമാരിയിൽ ബാലാംബികയായിട്ട്, പടിഞ്ഞാറിൽ കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായിട്ട്, പിന്നെ വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായിട്ട്, കിഴക്ക് കരിമലയിൽ ഹേമാംബികയായിട്ടും എല്ലാം ഇങ്ങനെ കുടികൊള്ളുന്നു. ഇവിടെ കുരുമ്പക്കാവ് എന്നറിയപ്പെടുന്നു ഈ ക്ഷേത്രം. ലോകാംബികയായിട്ടാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ചേരൻ ചെങ്കുട്ടവൻ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രം പത്നി ദേവി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂജകൾ ബ്രാഹ്മണീകരിച്ചതെല്ലാം
വിഗ്രഹം പ്രതിഷ്ഠിച്ചതെല്ലാം ശ്രീ ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം വരുന്നത് കൊടുങ്ങല്ലൂരിലാണ് എന്ന് പറഞ്ഞു. വസൂരിമാല ക്ഷേത്രം, ദേവിയുടെ വേറൊരു ഭാഗമായ വസൂരിമാല ക്ഷേത്രത്തിൽ ഗുരുതി നടത്തുന്നത് തെക്ക് ഭാഗത്താണ്. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും പ്രധാനമൊന്നുമല്ല. പിന്നെ വാഴപ്പിണ്ടിയിലാണ് ഗുരുതി തർപ്പണം നടത്തുന്നത്. കൊടുങ്ങല്ലൂരിലെ മറ്റൊന്നാണ് ചാന്താട്ടം. ഒരു പറ ചാന്താണ് ഉപയോഗിക്കുന്നത്. തേക്കിൻകറയും കസ്തൂരിയും ഗോരോചനവും എല്ലാം ചേർത്താണ് ഈ ഔഷധക്കൂട്ടുണ്ടാക്കുന്നത്. ആടിയ ചാന്ത് പൊട്ട് ചാന്തൊടുന്നത് സ്ത്രീകൾക്ക് മംഗല്യത്തിന് ഉത്തമമാണ്. സ്ത്രീകളുടെ മംഗല്യ സിദ്ധി നിലനിൽക്കാൻ വേണ്ടി ഈ ആടിയ ചാന്ത് തൊടുന്നത് നല്ലതാണ് എന്നാണ് വിശ്വാസം. പിന്നെ കൊടുങ്ങല്ലൂരിലെ ഉത്സവം പറഞ്ഞു. ചെമ്പട്ടിണിഞ്ഞ കോമരങ്ങൾ രുദ്രതാളത്തിൽ ഉറഞ്ഞു തുള്ളി ഭരണിപ്പാട്ടും പാടിയാണ് ആഘോഷത്തിൻ്റെ പങ്കെടുക്കുന്നത്. ഈ ഭരണനാളിലെ തലേ ദിവസമാണ് കാവ് തീണ്ടൽ. എല്ലാ പേർക്കും, എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനമുള്ള വർഷത്തിൽ ഒരിക്കലുണ്ടല്ലോ, അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ കാവ് തീണ്ടൽ. പിന്നെ കാവ് തീണ്ടൽ, തന്ത്രാദികളില്ലാത്ത കൊടിയേറ്റം, കോഴിക്കല്ല് മൂടൽ, പാലയ്ക്കാവേലിൻ്റെ വരവ്, ഇതെല്ലാം പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളാണ്. 101 നാളികേരമേറ് പ്രധാനപ്പെട്ട വഴിപാടാണ്. പുളിഞ്ചാമൃത വഴിപാട് വിശേഷമാണ്. തൈര് ചേർത്ത നിവേദ്യമാണ് പുളിഞ്ചാമൃത വഴിപാട്. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണി പ്രധാന ഉത്സവമാണ്. കുംഭത്തിലെ ഭരണിപ്പാട്ട്, ഈ ഭരണനാളിൽ കൊടിയേറുമ്പോൾ ഭരണിപ്പാട്ട് വളരെ പ്രധാനമാണ്. ഇനി അടുത്ത ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രമാണ്. നമ്മൾ സ്ലൈഡ് വഴി പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ, അതിനകത്ത് വലുതായിട്ട് എഴുതാനൊന്നുമില്ല. എന്നാലും ഓർമ്മിക്കുക, ഇത് ജൈനമത ക്ഷേത്രമായിരുന്നു. ഒരു ഭരതേശ്വരൻ എന്ന് പറയുന്ന ഒരു പിന്നെ ദിഗംബരൻ, മതത്തിന് തീർത്ഥങ്കരനായിരുന്ന ദിഗംബരൻ്റെ അമ്പലമായിരുന്നു ഇത്. ജൈനമതം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഇതൊരു ജൈന ക്ഷേത്രമായി, ഇതൊരു ശ്രീരാമൻ്റെ സഹോദരനായ ഭരതക്ഷേത്രം ആയി മാറി എന്നാണ് വിശ്വാസം. ആ ഭരതേശ്വരനാണ് പിന്നീട് ഭരതൻ എന്നായെന്നാണ് വിശ്വാസം. പക്ഷെ അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് ശ്രീരാമൻ്റെ സഹോദരൻ ഭരതനായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടൽമാണിക്യം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർമ്മിക്കുക, തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്, നമ്മുടെ ഇന്നസെന്റ് നാട് ഇരിങ്ങാലക്കുടയിലാണ് ഈ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ അവതാരവും കൈകേയി പുത്രനുമായ ഭരത പ്രതിഷ്ഠയാണ് ഇവിടുത്തെ കൂടൽമാണിക്യ ക്ഷേത്രത്തിനുള്ളത്. ഭരത പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. അത് വളരെ പ്രധാനമാണ്. കേരളത്തിൽ ഭരത പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത്. പിന്നെ നമ്മൾ കൊല്ലം ജില്ലയെ പഠിച്ചപ്പോൾ അവിടെ ഈ ശകുനി ക്ഷേത്രം, ദുര്യോധന ക്ഷേത്രം, മലനട ക്ഷേത്രം, അതൊക്കെ നമ്മൾ ഏക ക്ഷേത്രങ്ങളാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഭരത പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത്. മഹാവിഷ്ണുവിൻ്റെ ഭരതക്ഷേത്രമാണെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ആരാധനാക്രമമാണ്. കാരണം മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമാണ്, നേരിട്ടുള്ള അവതാരമല്ല, അംശ അവതാരമാണ് ഈ കൈകേയി പുത്രനായ ഭരതൻ. വിഷ്ണു ഭഗവാന്റെ തൃക്കൈയിലെ ശംഖിൻ്റെ അവതാരമാണ് ഭരതൻ, അതാണ് വിശ്വാസം. വിഷ്ണു ഭഗവാന്റെ തൃക്കൈയിലെ ശംഖിൻ്റെ അവതാരമാണ് ഭരതനായിട്ട് മാറിയത്. ശ്രീരാമ വിരഹം കൊണ്ട് നിസ്സംഗഭാവത്തിലുള്ള പിന്നെ വിഷണ്ണനായ ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വഴുതനങ്ങ നിവേദ്യം വളരെ വിശിഷ്ടമാണ്. ഉദര രോഗങ്ങൾക്ക് ഇത് നല്ലതെന്നാണ് വിശ്വാസം. ഇവിടെ ദീപാരാധന ഇല്ല. പിന്നെ ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ തവളകളും പാമ്പുകളും ഇല്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുക. ചന്ദനത്തിരിയും കർപ്പൂരവും കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉപയോഗിക്കില്ല. ആലില കൃഷ്ണന്റെയും ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെയും ദാരുചിത്രം കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ആലില കൃഷ്ണന്റെയും ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെയും ദാരുചിത്രം തടിയിലുള്ള ചിത്രം കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ഉപദേവതകളില്ല എന്നുള്ളത്, ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഉപദേവതയും ഇല്ല എന്നുള്ള കാര്യവും, സാധാരണ ക്ഷേത്രത്തിൽ ഗണപതി എങ്കിലും ഉണ്ടാവും, ഇവിടെ ഗണപതി പോലും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. പിന്നെ ക്ഷേത്രത്തിൽ മീനൂട്ട് വഴിപാട്, ഞാൻ പറഞ്ഞു, പാമ്പുകളും തവളകളും ഇല്ലാത്ത ഈ കുളത്തിൽ മീനൂട്ട് വഴിപാട് വളരെ വിശിഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്നു. പുത്തരി നിവേദ്യത്തിന്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് രോഗവിമുക്തി നേടാമെന്നാണ് വിശ്വാസം. അപ്പോൾ മുക്കുടി നിവേദ്യം ഏത് ക്ഷേത്രത്തിലാണെന്ന് മാത്രം ഓർമ്മിച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള ഒന്നും അറിയണ്ട. അത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. മീനൂട്ട് വഴിപാട് പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. നമ്മൾ അച്ചൻകോവിൽ പഠിച്ചപ്പോൾ എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ മേടമാസത്തിൽ തിരുവോണം നാളിലാണ് കൊടിയേറി ആറാട്ട് നടക്കുന്ന വിധത്തിൽ 11 ദിവസത്തെ ഉത്സവം. അതിൽ
ദേവിയുടെ തൃപ്പൂത്തിരി നാളും വളരെ വിശിഷ്ടമാണ്. തൃപ്പൂത്തിരി അറിയാം, ദേവി രജസ്വലയാവുന്ന ദിവസമാണ് തൃപ്പൂത്തിരി. അത് 3 ദിവസം ക്ഷേത്രം അടയ്ക്കും, 4-ാം ദിവസം തുറന്ന് ഉള്ള ചടങ്ങുകളാണ്. ദേവിയെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു കൊണ്ടുവരുന്ന ആ ദിവസമാണ് പിന്നെ തൃപ്പൂത്തിരി ദിവസം. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനമായിട്ടും ഉള്ള ക്ഷേത്രങ്ങൾ ഉള്ളത്. അപ്പോൾ അതിൽ ഇന്ന് പഠിച്ച കൂടൽമാണിക്യം ക്ഷേത്രമുണ്ട്, പിന്നെ അതിന് മുമ്പ് പഠിച്ച ഗുരുവായൂർ ക്ഷേത്രമുണ്ട്, കൊടുങ്ങല്ലൂർ ക്ഷേത്രമുണ്ട്, പിന്നെ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്. ഇതെല്ലാം പ്രധാനമാണ്. വളരെ എനിക്ക് തോന്നുന്നു ഇതുവരെ എടുത്ത ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരാൻ സാധ്യതയുള്ള ക്ഷേത്രമാണ് ക്ലാസ്സാണ് ഇന്നത്തത്. വളരെ ശ്രദ്ധയോടെ പഠിക്കുക, നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. എല്ലാവർക്കും മറ്റൊരു ദിവസം അടുത്ത ദിവസം കാണുന്നതുവരെ ഗുഡ് ബൈ.